ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ നഗരസഭാ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് നാടിനെയാകെ അപമാനിച്ച ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്ന് മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നഗരസഭയും മുൻ ഭരണസമിതിയും അപമാനിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങളാണ് ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ പ്രചരിപ്പിച്ചതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് മാപ്പ് പറയേണ്ടതെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിന്റെ 5ാമത്തെ അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലേക്ക് വരികയാണ് സാധൂകരണത്തിന്. ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയത്? ചെയർമാൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷയിൽ പോയത്. അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതിയിലുള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയുക, അതിന് പറയാൻ എനിക്കറിയില്ല, അതുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിനോട് മാപ്പ് പറയും, ഈ നാട്ടുകാരോട് മാപ്പ് പറയും, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ചെയർപേഴ്സൺ വന്നതിന് ശേഷം ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ തിരഞ്ഞെടുത്തു. പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും മാറി നിന്നു. കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ മാറി നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ മാറിയിട്ടുണ്ട്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വിവരണം തന്നു. അതായത് അവർ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയൊക്കെ ബൈപ്പാസ് ചെയ്ത് കൗൺസിലിലേക്ക് അജണ്ട വെക്കുന്നൊരു സ്വഭാവം, ആരെയും മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവമായിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ 9ാമത്തെ അജണ്ട നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ആ അജണ്ടയുടെ വന്നത്. ആ അജണ്ടയുടെ വന്നതല്ല, ഞാനവിടെ അതിനുശേഷം ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു. നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ എതിർത്തു. ആ അജണ്ട മാറ്റി വെക്കേണ്ടത്. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ആ അജണ്ട വരണം എന്നുള്ളത്. അപ്പോൾ അത് പൊതുമരാമത്ത് നിന്ന് വരുന്ന അജണ്ടയാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഭരണസ്തംഭനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയതാണ് നമ്മളെ ഭിന്നശേഷി ഫിസിയോതെറാപ്പി സെൻറ്റർ. നമ്മുടെ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യമായ ഒരു മുനിസിപ്പാലിറ്റിക്ക് ഭിന്നശേഷി അവാർഡ് കിട്ടിയ മുനിസിപ്പാലിറ്റി. ചെയർപേഴ്സന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ലീവ് എടുത്തു പോയിട്ട് കാലം കുറയും. വാഹനത്തിന് ഇന്ധന കുടിശ്ശികയായി 1,89,000-ലധികം രൂപ കൊടുക്കാനുണ്ടെന്നാണ് ചെയർപേഴ്സൺ അന്ന് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ വെച്ച അജണ്ടയിൽ തുക വെറും 84,000-ഓളം മാത്രമായി. നേരത്തെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് ഇതോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ചാനലുകളിൽ ഉൾപ്പെടെ നിലമ്പൂർ നഗരസഭയെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ധാർമ്മികത മുൻനിർത്തി മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. മാത്രവുമല്ല, കഴിഞ്ഞ ഇടതുമുന്നണി ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണക്കാരായ ഭിന്നശേഷിക്കാർക്ക് ഗുണകരമാകുന്ന ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കാനുള്ള പദ്ധതിയും നീട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കാലതാമസം നേരിട്ടാൽ നിയമ നടപടികൾക്കുൾപ്പെടെ തയ്യാറാകുമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.
Charitra Vivag Bridal Collections by Shobhika Weddings.